ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അച്ചുകുടന്റെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ കക്ക ഇറച്ചി കിട്ടും, നമുക്കത് കുറച്ച് മേടിക്കുകയും ചെയ്യണം. പിന്നെ അവർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ ഗൈസ്. പേരൊന്നും അറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടു അത്ര തന്നെ. ഗൈസ്, ഇതാണ് നമ്മുടെ താരം പട്ടിക്കുട്ടനാണ് കേട്ടോ ഗൈസ്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ പേടിയായി, പിന്നെ ഞാൻ അതിനകത്ത് കമ്പനിയായി. പിന്നെ ഇതേ കക്ക ഇറച്ചി പുഴുങ്ങുവാണ് കേട്ടോ അവര്. പുഴുങ്ങിയിട്ട് അത് വേറൊരു മറ്റേ നമ്മുടെ എന്തായിരുന്നു പറയാ, ഒരു ഒരു കൊട്ടയ്ക്കകത്തോട്ട് ഇട്ടിട്ട് അവരിതാ ഒരു ഡ്രേയിലിട്ടിട്ട് കക്ക ഇറച്ചിയും കക്കയുടെ തോടും വേർതിരിച്ചെടുക്കുന്നതാട്ടോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. താരം അവിടെ നിപ്പുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ്, ആ ചേട്ടന്റെ അച്ഛനും ചേട്ടന്റെ വൈഫും കൂടെ ആട്ടോ ഇത് ചെയ്യുന്നത്. ചേട്ടന്റെ അമ്മ അതുകൊണ്ട് വിൽക്കുവാണ്. അപ്പൊ നമ്മളൊരു 500 രൂപയ്ക്ക് 2.5 കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് വാങ്ങിച്ചു. കണ്ടോ ഗൈസ്, എന്തോരാണ്, നല്ല വലിയ സൈസ് കക്ക കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സൈസ് കാണുന്നത്. നമ്മൾ ചെറുതല്ലേ കാണാറുത്. ആളവിടെ നിപ്പുണ്ട് കേട്ടോ. അയ്യോ, ഞങ്ങളെ കണ്ട് കുറയ്ക്കാണ്. പിന്നെ നമ്മുടെ കക്ക ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ സാധനം, നല്ല വലുതാണ് കേട്ടോ ഗൈസ്. നോക്കിക്കേ. അപ്പൊ ഗൈസ്, നമ്മളുടെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. വീടെത്തിയപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി നമ്മളൊന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിച്ചിരി എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് നാളത്തേക്ക് എടുക്കാം കേട്ടോ ഗൈസ്. ഇതൊന്ന് കുക്ക് ചെയ്യാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. നമുക്ക് ഈ കുറച്ച് ഐറ്റംസ് ഒക്കെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഗൈസ്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഐറ്റംസിന്റെ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഫസ്റ്റ് കൊച്ചുള്ളി, പിന്നെ നമ്മളെന്തായിരുന്നു വെളുത്തുള്ളി, പിന്നെ മുളക്, ഇഞ്ചിയും, പിന്നെന്താ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഇനി നമ്മൾ ആ മിക്സ് ചെയ്തതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കക്ക അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ ബൈ.